ഞങ്ങൾ എല്ലാവരോടും ഒന്ന് പുറത്ത് വന്നതാണ്. വന്നപ്പോൾ ഖത്തറിൽ ടെമ്പറേച്ചർ ഓക്കെ ആയി തുടങ്ങുന്നുണ്ട്. എനിക്കറിയത്തില്ല, ന്യൂസിൽ കണ്ടു ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ ഇന്നെന്തോ രാത്രി 7 മണി 7:30 ആയെങ്കിലും ടെമ്പറേച്ചർ ഓക്കെയാണ്. അപ്പൊ ഞങ്ങൾ അമ്പുനെ കൊണ്ടുവന്ന ഒരു പാർക്കിൽ പോയിട്ട് കുറച്ച് ദിവസമായില്ലേ അമ്പു പുറത്തേക്ക് പോയിട്ട്. അപ്പൊ ഞങ്ങളൊരു പാർക്കിൽ പോയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യാൻ കാണിച്ചു തന്നെയായിരിക്കും. ഇത് അൽബിദ പാർക്കിന്റെ ഒരു സൈഡാണ്. അൽബിദ പാർക്കിന്റെ ഈ പാർക്കിന്റെ മനസ്സിൽ കളിക്കാനുള്ള ഒരു സ്ഥലമാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അമ്മയുടെ കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതൊരു ഊഞ്ഞാലാണ്, കൈൻഡ് ഓഫ് ഊഞ്ഞാൽ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിലിങ്ങനെ കിടന്ന് ഊഞ്ഞാലാടാനും പറ്റും, ഇരുന്ന് ഊഞ്ഞാലാടാനും പറ്റും. അപ്പൊ എനിക്കിവിടെ പറ്റുന്നതായിട്ട് ഈ ഊഞ്ഞാലും അവിടെ ഒരു ഊഞ്ഞാലും മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം അമ്പൂന് പറ്റുന്ന സാധനങ്ങളാണ്. ഇത് ആക്ച്വലി വളരെ കുഞ്ഞു പിള്ളേർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർക്കാണ്. അതായത് എല്ലാ സ്ലൈഡുകളും നോക്കിയാലും അറിയാം വളരെ കുഞ്ഞു സ്ലൈഡുകളാണ്, നല്ല ഹൈറ്റിലുള്ളതെന്നല്ല. പിന്നെ ഈവൻ കുഞ്ഞു പിള്ളേർക്ക് ഒരു തൊട്ടിൽ വരെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്തിങ്ങനെ എന്ന് വിചാരിച്ചു നിങ്ങളോട് കുറച്ച് സംസാരിക്കാം. ഞാൻ മുന്നേയുള്ള വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അമ്പു അവിടെ കളിക്കുവാ കേട്ടോ. അമ്പു അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്പു എന്തിനാ വിളിക്കുന്നേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ എല്ലാവർക്കും തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും എല്ലാം എല്ലാവർക്കും തന്നെ അറിയാം. എന്നാലും ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു ഹെൽത്ത് പ്രൊഫഷണലുള്ള ആളാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് പറയാതെ പോയാൽ മോശമല്ലേ? ഞാൻ എന്തായാലും അതിനെ കുറിച്ച് പറയും. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫ് കൺട്രീസിനോട് അവർ വീട്ടിനകത്ത് തന്നെയാണ്. നമുക്ക് ഈ പകുതി മാസവും ചൂടായത് കാരണം പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പൊ അവര് മെയിൻലി അവർ ഇൻഡോർ തന്നെയാണ്. ഇൻഡോറിൽ എന്താ ഉള്ളത്? ചിലപ്പം വല്ല ടേബിൾ ഗെയിംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ടി വി ആയിരിക്കാം. മെയിൻലി ടി വി തന്നെയാണ്. ഇവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താ ചെയ്യാ, ഏർലി ആയിട്ട് പിള്ളേർക്ക് ഒബീസിറ്റി ഉണ്ടാവും. അങ്ങനത്തെ പല ഹെൽത്ത് ഇഷ്യൂസും നമ്മുടെ പിള്ളേർ അമ്പ് ഉണ്ടായിട്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് മനസ്സിൽ വിചാരിച്ച കാര്യമാണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി അമ്പന് ചെറുതിലെ തൊട്ട് തന്നെ പാർക്കിൽ കൊണ്ടുവരാൻ മാക്സിമം ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് സ്വിമ്മിങ്. അമ്പു 1.5 വയസ്സായിട്ട് സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് അറിയാലോ, പിള്ളേർ വെള്ളത്തിനകത്താണ്. വെള്ളം മീൻസ് അങ്ങോട്ട് വീട് ഇതിനകത്താണ് ഗർഭപാത്രത്തിൽ തന്നെ കിടക്കുന്നത്. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് അവർക്ക് സ്വിം ചെയ്യാൻ അറിയാമെന്നാണ് റിസർച്ചുകൾ പറഞ്ഞത്. അത് വിചാരിച്ചാണ് ഞാൻ 1.5 വയസ്സായിട്ട് തന്നെ അമ്പന് സ്വിമ്മിങ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പാർക്കിൽ കൊണ്ടുവന്ന് മാക്സിമം ഞാൻ അവളെ കളിക്കാൻ വിടാറുണ്ട്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അഡൽട്സിനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ പിള്ളേർക്ക് അത് എന്തുകൊണ്ടാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം അത് അവരുടെ ചെറിയ സ്റ്റേജിൽ തന്നെ അവർ കോൺഫിഡൻസ്, എസ്പെഷ്യലി കോൺഫിഡൻസ് ഉണ്ടാക്കാൻ അവർ സഹായിക്കും. കാരണം ദേ ആർ ഇൻ കൺട്രോൾ ഓഫ് ദെയർ ഓൺ ബോഡി. അവരുടെ ഫിസിക്കൽ ഗ്രോത്തും മെന്റൽ വെൽബീയിങ്ങും പിന്നെ അവരുടെ ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാം, സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യാൻ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ്. ചേച്ചി തന്നെ അറിയാം, ഈ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുന്ന പിള്ളേർ ടിവിയും കണ്ട് ഫുഡും കഴിച്ച് വളരെയധികം പെട്ടെന്ന് ഒബീസ് ആവും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, എസ്പെഷ്യലി ഈ ഗൾഫ് പിള്ളേർ, NRI പിള്ളേർ ഒബീസിറ്റി വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് എക്സ്പോഷർ കിട്ടുന്നില്ല. നമുക്ക് പിള്ളേരെ കുറ്റം പറയണോ പാരന്റ്സിനെ കുറ്റം പറയണോ പറ്റില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇൻഡോർ ഗെയിംസോ ഔട്ട്ഡോർ ഗെയിംസോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. കാരണം ഈ വെയിറ്റ് റിഡക്ഷൻ അവരുടെ ഞാനീ പറഞ്ഞ ഒബേസിറ്റി കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയും സെൽഫ് എസ്റ്റീമിനെയും തന്നെയാണ് അഫക്ട് ചെയ്യുക. സോ പിള്ളേരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ സൺ എക്സ്പോഷർ എന്താ അവർക്ക് ഇൻക്രീസ് ആക്കുന്നത്? വൈറ്റമിൻ ഡി ഇൻക്രീസ് ആക്കുന്നത്.
ഇത് കാരണം അവർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കാരണം അവരുടെ ഒബേസിറ്റി കുറയുന്നു. ഇത് കാരണം അവർക്ക് വളരെയധികം നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്താണ് അവരുടെ ഏർലി മെനോർക്കി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കുറച്ചധികം കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. Catch up with Ami. Bye bye.